നമ്മൾ ഈ ആംപ്ലിഫയറുകളൊക്കെ വളരെ ഹെവി ആയിട്ടുള്ള സിസ്റ്റം ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ ഓൺ ചെയ്യുമ്പോൾ ഇപ്പോൾ കറണ്ടിനകത്ത് നമ്മളിപ്പോൾ വീട്ടിൽ നമ്മളിത് ഓൺ ചെയ്യുന്ന സമയത്ത് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു വേരിയേഷനൊക്കെ സംഭവിക്കുക, അതുപോലെ തന്നെ ഫ്യൂസ് പോവുക അല്ലെങ്കിൽ ട്രിപ്പ് ആവുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അങ്ങനെ ആ ഒരു പ്രശ്നങ്ങൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന ആംപ്ലിഫയർ വാട്ട്സ് കൂടിയതായിരിക്കാം. അപ്പോൾ അതിൻ്റെ ലോഡ് എടുക്കുമ്പോൾ, അതായത് നമ്മൾ സ്വിച്ച് ഇടുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ട്രാൻസ്ഫോമറിലേക്ക് കറണ്ട് എത്തുന്നു. അങ്ങനെ പെട്ടെന്ന് സഡൻ ആയിട്ടുള്ള ഒരു ലോഡ് എടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ അത്രയും ഒരു കോസ്റ്റ്ലി ആയിട്ടൊക്കെയുള്ള അല്ലെങ്കിൽ അത്രയും വാട്ട്സ് കൂടിയ സിസ്റ്റം ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു പ്രോഡക്റ്റ്, ഞാൻ അതിൻ്റെ വേറൊരു വേർഷൻ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നേരത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട്, അതായത് കറണ്ട് ചെന്നു ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 15 സെക്കൻഡിന് ശേഷം നിങ്ങളുടെ സിസ്റ്റം ഓൺ ആയി വരുന്ന രീതിയിൽ വരുന്ന ഒരു സോഫ്റ്റ് സ്റ്റാർട്ടർ, അതായത് ഒരു സോഫ്റ്റ് സ്റ്റാർട്ടറാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ആ സോഫ്റ്റ് സ്റ്റാർട്ടർ. ഞാൻ ഇതിനു മുമ്പ് തന്നെ ഞാൻ ജിടെക്കിൻ്റെ, ഇത് ജിടെക് ഓഡിയോസിൻ്റെ ആണ്. അപ്പോൾ ജിടെക്കിൻ്റെ ഒരു സോഫ്റ്റ് സ്റ്റാർട്ടർ ഞാൻ നിങ്ങളെ ഇതിനു മുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയൊരു വേർഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നതെന്നൊക്കെ ഉള്ളത് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സോഫ്റ്റ് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യുവൽ ടെമ്പറേച്ചർ കൺട്രോളറോട് കൂടി വരുന്ന ഒരു സോഫ്റ്റ് സ്റ്റാർട്ടറാണിത്. അതായത് നമുക്ക് ഇതിലേക്ക് രണ്ട് കൺട്രോളറുണ്ട്, അതായത് സെൻസറുണ്ട്. ആ സെൻസർ വെച്ചിട്ട് ഇത് സെൻസ് ചെയ്ത് ഹീറ്റ് സെൻസ് ചെയ്ത് ഓവർ ഹീറ്റ് ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആകുന്ന രീതിയാണ് അത് പറയുന്നത്. പിന്നെ വരുന്നത് 2 വേ ഓവർ ഹീറ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു മോഡ് വരുന്നുണ്ട്. പിന്നെ ഡിലേ സ്റ്റാർട്ട് വരുന്നുണ്ട്. വർക്കിംഗ് വോൾട്ടേജ് വരുന്നത് ഇതിൻ്റെ ഒരു നമുക്ക് 110 മുതൽ 235 വോൾട്ട് വരെ ആണ് ഇതിൻ്റെ ആ ഒരു AC വർക്കിംഗ് വോൾട്ടേജ് വരുന്നത്. പിന്നെ മാക്സിമം ലോഡ് കൊടുക്കാൻ പറ്റുന്ന വാട്ട്സ് എന്ന് പറയുന്നത് 2000 വാട്ട്സ് ആണ്. 2000 വാട്ട്സ് വരെ ഈ ഒരു ബോർഡിൽ നമുക്ക് ലോഡ് കൊടുക്കാൻ പറ്റും. പിന്നെ കൺട്രോൾ സ്വിച്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു കൺട്രോൾ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഒരു 30 ആംപിയർ വരുന്ന ഒരു ഫ്യൂസും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ബോർഡിൽ വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ബോർഡ്. ഇത് അത്യാവശ്യം ഒരു നല്ല ഒരു സൈസിൽ തന്നെ വരുന്നുണ്ട്, നല്ലൊരു സൈസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ അന്ന് ആദ്യം ഇവർ ചെയ്ത അതേ PCB, അതേ ഒരു ക്വാളിറ്റി തന്നെ ഈ ഒരു PCBക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നല്ലൊരു ക്വാളിറ്റി PCB ആണ് കൊടുത്തിരിക്കുന്നത്. ജിടെക് എന്ന് പറയുന്ന ബ്രാൻഡ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2 വലിയ റിലേ വരുന്നുണ്ട്. പിന്നെ ഇവിടെയായിട്ടാണ് ഇതിൻ്റെ AC ലൈൻ കൊടുക്കേണ്ടത്. അതായത് ഇവിടെ AC ലൈൻ കൊടുക്കണം, ഇവിടെ ന്യൂട്രൽ കൊടുക്കണം, ഇവിടെയാണ് കൊടുക്കേണ്ടത്. അതിൻ്റെ ഔട്ട് വരുന്നത് ഇവിടെ നിന്നാണ്. അതായത് AC, അതായത് ഇത് ഡിലേ ഓൺ ആയതിനു ശേഷം നമ്മളുടെ ആംപ്ലിഫയറിലേക്ക് വരുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിലേക്ക് വരുന്ന ACയുടെ ഔട്ട് വരുന്നത് ഇവിടെയാണ്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ കമ്പോണൻസും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള കമ്പോണൻസ് ആണ്. പിന്നെ ഇവിടെ ഒരു സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നമ്മൾ ഈ സ്വിച്ച് കണക്ട് ചെയ്യേണ്ടത്. സ്വിച്ചൊക്കെ ആണെങ്കിൽ ഞാനത് കാണിച്ചു തരാം. പിന്നെ ഇവിടെ ആണ് ഈ ഹീറ്റ് സെൻസർ കൊടുക്കേണ്ടത്. അതായത് ഇതിലേക്ക് വരുന്ന ഒരു നമ്മൾ സെൻസറിൻ്റെ കാര്യം പറഞ്ഞു, ആ സെൻസർ കൊടുക്കേണ്ടത് ഇതിലാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ വയറിങ് RMC കണക്ടർ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സെൻസർ വരുന്നുണ്ട്. പിന്നെ ഈ സ്വിച്ച് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സ്വിച്ചാണ് വരുന്നത്. പുഷ് ടൈപ്പ് സ്വിച്ചാണ് വരുന്നത്. നമ്മുടെ ബ്രാൻഡഡ് AVR പോലുള്ള സിസ്റ്റങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന രീതിയിലുള്ള സ്വിച്ചാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൻ്റെ RMC കണക്ടർ 3 RMC കണക്ടറാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ ഒരു RMC കണക്ടർ നമുക്ക് ഇവിടെ സ്വിച്ചിലേക്ക് പോകുന്ന സൈഡ്, അതായത് ഇവിടെ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്, അതാണ് സ്വിച്ച്. പിന്നെ ഇവിടെ 2 RMC കണക്ടർ നമ്മൾ പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഈ ഒരു
ഹീറ്റിംഗ് സെൻസർ, അതായത് ഈ ഒരു ഹീറ്റ് സെൻസ് ചെയ്യുന്ന ഈ ഒരു സെൻസറിലേക്ക് വരുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ നിന്ന് വരുന്ന 2 വയർ ഈ ഹീറ്റിംഗ് സെൻസറിലേക്ക് കൊടുക്കുക. ഇതാ ഇവിടെ ഞാനിത് ഓൺ ചെയ്ത് കാണിക്കുന്നില്ല, ജസ്റ്റ് നിങ്ങളെ ഈ കണക്ഷൻ മാത്രമാണ് ഞാൻ ഒന്ന് പറഞ്ഞു തരുന്നത്. ഇതിലേക്ക് കൊടുക്കുക. ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ വരുന്ന വയർ ഇത് നമ്മൾ നേരെ ഈ സ്വിച്ചിലേക്ക് കൊടുക്കുക. ഈ സ്വിച്ച് നമ്മൾ ആംപ്ലിഫയറിൻ്റെ ഫ്രണ്ട് ഡയലിലാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. അവിടേക്ക് ഈ സ്വിച്ച് കൊടുക്കുക. ഇവിടെ AC കൊടുക്കുന്നു. ഇവിടെ നിന്ന് വരുന്ന ഔട്ട് നേരെ ട്രാൻസ്ഫോമറിലേക്ക് പോകുന്നു. ഈ സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം വർക്കാവും. അപ്പോൾ അതേ സമയത്ത് തന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു ഓവർ ഹീറ്റാണ് ഇത് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 2 എണ്ണം കൊടുത്തിരിക്കുന്നത്, ഒന്ന് ചാനൽ ബോർഡിലും ഒന്ന് സബിൻ്റെ ബോർഡിലുമാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഈ ബോർഡാണെങ്കിൽ നമ്മളുടെ ഓവർ ഹീറ്റ് കാണിക്കുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ബോർഡ് കട്ട് ഓഫ് ആവും. കട്ട് ഓഫ് ആയതിനു ശേഷം ഏകദേശം ഒരു 12 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 15 സെക്കൻഡ് കഴിയുമ്പോൾ, അതായത് തണുത്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് ഓൺ ആവും. അങ്ങനെ ഒരു പ്രോഗ്രാമാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. ഇത് ഞാൻ വാങ്ങിയിരിക്കുന്നത് നമ്മുടെ എറണാകുളം പള്ളിമുക്കിനുള്ള സെൻറ്റ് മേരീസ് ഇലക്ട്രോണിക്സിൽ നിന്നാണ്. അപ്പോൾ അവരുടെ അടുത്ത് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ ഞാൻ തരുന്ന ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇതിന് വില വരുന്നത് 1150 രൂപയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വില വരുന്നത്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള, അതായത് നിങ്ങൾ ഈ ചെറിയ ആംപ്ലിഫയർ ചെയ്യുന്ന സമയത്തൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. ചെറിയ സോഫ്റ്റ് സ്റ്റാർട്ടർ കൊടുത്താൽ മതി. നല്ല ഹെവി ആയിട്ടുള്ള ആംപ്ലിഫയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളിത് കൊടുക്കുന്നത് ആംപ്ലിഫയറിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് അത് നല്ല രീതിയിൽ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യും. അതേസമയം നിങ്ങളുടെ വീട്ടിലെ ഒരു വോൾട്ടേജ് വേരിയേഷനെയും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന റിലേയാണ്. വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സോഫ്റ്റ് സ്റ്റാർട്ടറാണ് ഈ ഒരു സോഫ്റ്റ് സ്റ്റാർട്ടർ. റിലേ എന്ന് പറഞ്ഞ് മാറിപ്പോയി, റിലേ അല്ല സോഫ്റ്റ് സ്റ്റാർട്ടർ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഉടനെ എത്തുന്നതായിരിക്കും. ഗുഡ് ബൈ.